പുറമേ നല്ല മുരിഞ്ഞതും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കട്ട്ലേറ്റ്. കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചെറിയ ജീരകവും കൂടെ ഒന്ന് ചതച്ചെടുക്കുക. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമായ പൊട്ടാറ്റോ, ഒരു 4 ഉരുളക്കിഴങ്ങാണ് ഞാൻ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്നത്. ഒരു കടായി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു സവാള ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പില നുറുക്കിയതും കൂടെ ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ സവാള ചെറുതായിട്ട് അരിയാൻ തന്നെ ശ്രദ്ധിക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഞാനിവിടെ ആദ്യം ചേർക്കുന്നത് കുറച്ച് ബീൻസാണ്. എല്ലാം ചെറുതായി അരിയാൻ ശ്രദ്ധിക്കുക. ബീൻസ് ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. ബീൻസും ക്യാരറ്റും നേരത്തെ വേവിക്കാത്തത് കൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. ചെറുതായി അരിഞ്ഞത് കൊണ്ട് തന്നെ ഇത് വേഗം നമുക്ക് വഴന്ന് കിട്ടും. ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ വേഗം വഴന്ന് വരും. ഇതെല്ലാം നന്നായി വഴന്ന് വെള്ളമൊക്കെ പറ്റിയതിന് ശേഷം കുറച്ച് ഗ്രീൻ പീസ് വേവിച്ചതും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് ഫ്രഷ് ഗ്രീൻ പീസാണ്, അതുകൊണ്ട് തന്നെ പൊട്ടാറ്റോ വേവിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ വേവിച്ചതാണ്. മുഴുവൻ ഉരുളക്കിഴങ്ങ് കുക്കറിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു 2 വിസിൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും കൂടെ ആഡ് ചെയ്ത് 2 വിസിലും കൂടെ. അപ്പോൾ പൊട്ടാറ്റോ മൊത്തം 4 വിസിലാണ് വെന്ത് കിട്ടിയത്. വേവിച്ച പൊട്ടാറ്റോയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല. മസാലകളുടെ എല്ലാം ക്വാണ്ടിറ്റി ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ തൂക്കി ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കും. വെള്ളം എല്ലാം വറ്റിക്കഴിഞ്ഞതിന് ശേഷം ചൂടാറി കഴിയുമ്പോൾ നമുക്കിത് ബോൾസ് ആക്കി എടുക്കാം. അതിന് ഒരു 3.5 സ്ലൈസ് ബ്രെഡും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇതുപോലെ ഷേപ്പാക്കി എടുത്തത്. പിന്നെ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് മൈദ, ഉപ്പ്, കുരുമുളക് പൊടി ചേർത്ത് ഒരു ബാറ്റർ ആക്കിയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ബ്രെഡ് ക്രംസ് കൊടുക്കാം. ആദ്യം മൈദയുടെ കോട്ടിങ്ങിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ മുഴുവൻ കോട്ട് ചെയ്തെടുക്കണം. എല്ലാം ഇതുപോലെ കോട്ട് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് ഡബിൾ കോട്ട് ചെയ്തും എടുക്കാം. നന്നായിട്ട് മറിച്ചും തിരിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ വെജിറ്റബിൾ കട്ട്ലേറ്റ് റെഡി.